ഡിസൈൻ ഡിലേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമുക്ക് മിഷനിൽ ഓയിലിടാനും നൂല് കോർക്കാനും സൂചി ഇടാനും എല്ലാം പഠിക്കാം. അതിനുശേഷം വേണം നമുക്കിനി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കാൻ. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഞാനിപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിലാണ്. ഇത് അവിടെയുള്ളൊരു പഴയ മെഷീനാണ്. ആള് പഴയതാണേലും അമ്മൂമ്മയെ പോലെ തന്നെ നല്ല വർക്കിംഗ് ആണ് ഇപ്പോഴും. നൂല് കോർക്കാനും സൂചി ഇടാനും ഒക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനിയും താമസിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടത്. ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇനിയും ലേറ്റാവും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ആദ്യം ചെയ്യേണ്ടത് മെഷീനകത്ത് ഓയിലിടണം. മെഷീനകത്ത് ഒഴിക്കുന്ന ഓയിൽ നമുക്ക് സ്റ്റേഷനറി സ്റ്റോറിലെല്ലാം വാങ്ങാൻ കിട്ടും. ഈ കാണുന്ന ഹോളുകളിലേക്കും പിന്നീട് മെഷീൻ്റെ ഈ ഫേസ് പ്ലേറ്റ് ഇല്ലേ, ആ സൈഡിലൊക്കെ ഉള്ളിടത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓയിൽ ഒഴിക്കണം. അതുപോലെ തന്നെ ബാലൻസിങ് വീലിൽ ഒഴിക്കണം. ഈ നീഡിലിടുന്നതിന് താഴ്വശത്തുള്ള ഹോളിലിടണം. 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ മെഷീൻ പൊക്കിയെടുത്തതിന് ശേഷം അതിനടിയിൽ കുറേ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ ഓയിലിടണം. നല്ലതായിരിക്കും. ഓയിൽ ഒഴിച്ചതിന് ശേഷം മെഷീൻ നന്നായിട്ട് ഓയിലൊക്കെ വീണെടുത്ത് ഒരു പഴയ കോട്ടൺ തുണിക്ക് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പുതിയ തുണി തയ്ക്കുമ്പോൾ അതിനകത്തെല്ലാം അതിൻ്റെ സ്റ്റെയിൻ പറ്റും. മെഷീൻ ചവിട്ടി പഠിച്ച സമയത്ത് മെഷീൻ സൂചി ഊരാൻ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് സൂചി ഇടാൻ പഠിക്കാം. നോർമൽ മെഷീൻ്റെ സൂചിക്ക് 2 വശമുണ്ട്. ഒന്ന് ഉരുണ്ടതും ഒന്ന് പരന്നതും. ഈ പരന്ന വശം വേണം നമ്മൾ നീഡിൽ ബാറിൻ്റെ ഈ ഭാഗത്തായിട്ട് വയ്ക്കാൻ. ശ്രദ്ധിച്ച് വെക്കണം. ആ പരന്ന വശം മാത്രം അതുമായിട്ടിങ്ങനെ തട്ടിയിരിക്കുന്ന രീതി വേണം നമ്മൾ വെക്കാൻ. അതും നന്നായിട്ടിങ്ങനെ കയറ്റി എൻഡ് വരെ വെക്കണം. അതിനുശേഷം നമ്മുടെ സ്ക്രൂ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നന്നായിട്ട് മുറുക്കിയാൽ മതി. ഇനി നമുക്ക് തയ്യൽ മെഷീനിൽ നൂല് കോർക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നൂല് ഈ കാണുന്ന സ്പൂൾ പിന്നിൽ ഇടുക. ശേഷം നൂല് വലിച്ച് ത്രെഡ് ഗൈഡിൽ ഇടാം. ചില മെഷീനിൽ 2 സൈഡിലും ത്രെഡ് ഗൈഡുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ആ സൈഡിലൂടെ ഇടാം. അതിനുശേഷം നൂല് ഈ ത്രെഡ് ടെൻഷനിലൂടെ ഇങ്ങനെ ചുറ്റണം. ഒരുപാട് മുറുക്കി ചുറ്റണ്ട, ചെറുതായിട്ട് ലൂസായിട്ട് ചുറ്റിയാൽ മതി. ഈ കാണുന്ന സ്ക്രൂ നമുക്ക് ലൂസാക്കാനും ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റും. നമ്മുടെ സ്റ്റിച്ചിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്കതനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നീട് നൂല് ഈ കാണുന്ന ത്രെഡ് ടേക്കപ്പ് ലിവറിൽ ഇടണം. ഇത് താന്നിരിക്കുവാണെങ്കിൽ ബാലൻസിങ് വീല് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പുറകിലോട്ട് പതിയെ പൊക്കിയാൽ ഇത് പൊങ്ങും. ഇതിലൂടെ നൂല് കയറ്റി ഇതുവഴി ഇങ്ങനെ കറക്കിയെടുക്കുക. അടുത്തത് സൂചിയിൽ നൂല് കോർക്കുന്ന ചടങ്ങാണ്. നമ്മുടെ ഇടത് കയ്യിൽ നൂല് പിടിക്കുക. എന്നിട്ട് ഈ സൈഡിലൂടെ മാത്രമേ നൂല് കോർക്കാവുള്ളൂ. മറ്റേ സൈഡിലൂടെ കോർത്താൽ തയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും. ഈ കാണുന്നതാണ് നീഡിൽ പ്ലേറ്റ് അല്ലെങ്കിൽ ത്രോട്ട് പ്ലേറ്റ് എന്ന് പറയും. ഇത് ഇടത് സൈഡിലോട്ട് ഇങ്ങനെ നീക്കാം. പെട്ടെന്ന് വന്നില്ലെങ്കിൽ ചെറുതായിട്ട് താഴേന്ന് നമ്മൾ കൈകൊണ്ട് ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാം. ഇതാണ് ഷട്ടിൽ. ഈ ഷട്ടിലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ബോബൻ കേസ് എടുക്കണം. ഇത് ബോബനും ഇതിൻ്റെ കേസുമാണ്. നമ്മൾ ബോബനിൽ നൂല് ചുറ്റാൻ ഈ കാണുന്ന ബോബൻ വിൻ്റർ ഫ്രിക്ഷൻ റിങ്ങിൽ ചുറ്റണം. പഴയ മെഷീനിലാണെങ്കിൽ ഈ റിങ് തേഞ്ഞു പോയിട്ടുണ്ടാകും. നൂല് കൊണ്ട് ഒരു ചുറ്റി ഇതിലേക്ക് വെച്ച് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഈ റിങ് പതിയെ കറങ്ങുമ്പോൾ ഈ നൂല് ചുറ്റി ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഈ റിങ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ബോബിനിൽ ഇങ്ങനെ ചെറിയൊരു ചുറ്റിയതിന് ശേഷം ചെറിയ സ്ക്രൂ ഡ്രൈവറോ പേനയുടെ ലീഫ് ഫില്ലറോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. അതിനുശേഷം ബോബിനിൽ തിരിച്ച് നമ്മൾ കേസിലിടുക. എന്നിട്ട് നൂല് ഇങ്ങനെ വലിച്ച് പുറത്തോട്ടിടണം. തിരിച്ച് നമുക്കിത് ഷട്ടിലേക്ക് തന്നെ ഇടാം. ഇത് ഫിറ്റായി വീഴണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ ശരിയൊരു ടിക്ക് എന്നൊരു ശബ്ദം കേൾക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇതാണ് സ്റ്റിച്ച് റെഗുലേറ്റർ. ഇത് നമുക്ക് വേണ്ട സ്റ്റിച്ചിൻ്റെ അളവനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിലിട്ട് തയ്ക്കുക. തയ്ക്കാനായിട്ട് ആദ്യം എല്ലാവരും ചെറിയൊരു കോട്ടൺ തുണി എടുക്കുക. പഴയത് മതിയേ. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കാലുകൾ വെക്കുക. അതായത് ഇടത് കാൽ അല്പം താഴോട്ടും വലത് കാൽ അല്പം മുകളിലോട്ടും. നമുക്ക് അഭിമുഖമായി വരുന്ന രീതിയിൽ ബാലൻസിങ് വീല് മുന്നോട്ട് ഇങ്ങനെ കറക്കുക. പതിയെ കാലുകൾ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്ച്ച് തുടങ്ങും.
ഇപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് വീഴുന്നതായിട്ട് കാണാം. ഇങ്ങനെ കുറേ വട്ടം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഈ സ്റ്റിച്ച് പെട്ടെന്ന് അഴിഞ്ഞു പോകും, കാരണം നമ്മൾ ഈ സ്റ്റിച്ചിന് കെട്ടിട്ടിട്ടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ തയ്ച്ച പോലെ തന്നെ 2-3 സ്റ്റിച്ച് വരുന്ന രീതിയിൽ തയ്ച്ച് വരിക, എന്നിട്ട് നിർത്തണം. എന്നിട്ട് നമ്മുടെ പ്രഷർ ബാർ അല്പം പൊക്കി നിങ്ങളിപ്പോൾ സ്റ്റിച്ചിട്ട് തുടങ്ങിയ ഭാഗത്തേക്ക് തന്നെ വീണ്ടും സ്റ്റിച്ച് തുടങ്ങുന്ന സ്ഥലത്തായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ തയ്ച്ച ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും തയ്ച്ച് പ്രഷർ ബാർ താഴത്ത് തയ്ച്ച് വരിക. അപ്പം നമുക്ക് എന്ത് വീഴും? കെട്ടി വീഴുന്നതായിട്ട് കാണാം. ഇങ്ങനെ വേണം സ്റ്റിച്ചിട്ട് പഠിക്കാൻ. ആദ്യം തയ്ക്കുമ്പോൾ ഇച്ചിരി താമസം വരും, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിക്കോളും. എല്ലാവരും ഇങ്ങനെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക. കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്റ്റിച്ചൊക്കെ ശരിയാകും. കാല് ബാലൻസിങ് ഇല്ലാത്തവർക്കൊക്കെ ചവിട്ട് ബാലൻസിങ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കാം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തയ്യൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. നന്ദി, നമസ്കാരം.